ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട്? ചേച്ചി പറയുന്ന കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ചേച്ചി ഇന്ന് പുതിയൊരു കഥയുമായിട്ടാണ് വന്നത്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു കഥ. ഇന്ന് കഥ പറയുന്നതിനേക്കാൾ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വന്നല്ലോ. നല്ല മനോഹരമായൊരു താഴ്വാരത്തേക്ക് വരൂ. സൂര്യകാന്തി പൂവിൻ്റെയും ചിപ്പിയുടെയും കഥ കേട്ടിട്ട് വരാം. ഒരിടത്ത് പൂമ്പാറ്റകളുടെ താഴ്വര എന്നറിയപ്പെടുന്ന മനോഹരമായൊരു താഴ്വര ഉണ്ടായിരുന്നു. അവിടെ നിറയെ പൂക്കളും കിളികളും പുഴയും അരുവികളും എല്ലാം ഉണ്ടായിരുന്നു. ആ താഴ്വാരത്തിലാണ് ചിപ്പി എന്നു പേരുള്ള ഒരു കുഞ്ഞൻ പൂമ്പാറ്റ താമസിച്ചിരുന്നത്. ചിപ്പിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ ചിപ്പിക്ക് എപ്പോഴും ഒരു വിഷമമുണ്ടായിരുന്നു. എന്തായിരിക്കും ചിപ്പിയുടെ വിഷമം? നോക്കിക്കേ, ചിപ്പി പറക്കുമ്പോൾ അവളുടെ ചിറകുകൾ ഭയങ്കര വേഗത്തിലാണ് ചലിക്കുന്നത്. കൂട്ടുകാർ പറയുമായിരുന്നു, ഹേ ചിപ്പി, നിനക്ക് എന്തിനാണ് ഇത്ര വേഗത? പാവം ചിപ്പി, തൻ്റെ ചിറകുകളുടെ വേഗത അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ ചിറകിന് എന്തൊരു വേഗതയാണ്, എൻ്റെ നിറം എന്തൊരു മങ്ങലാണ്, എനിക്കിഷ്ടമല്ല ഈ വേഗത. ചിപ്പി എപ്പോഴും അവളുടെ ഈ വേഗത്തെയും നിറത്തെയും കുറിച്ചോർത്ത് സങ്കടപ്പെട്ടിരുന്നു. കൂട്ടുകാരെ, നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടാമോ? വേഗത അത്ര മോശം കാര്യമാണോ? നിങ്ങളിൽ എത്ര പേരാണ് വേഗത്തിൽ ഓടി ജയിക്കാൻ ആഗ്രഹിക്കാറുള്ളത്? എന്താണ് ഈ ചിപ്പി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വരൂ, നോക്കാം ചിപ്പിയുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ദിവസം ചിപ്പി പറന്നു നടക്കുമ്പോൾ വാടി തലകുനിച്ച് നിൽക്കുന്ന ഒരു വലിയ സൂര്യകാന്തി പൂവിനെ കണ്ടു. ഹേ സൂര്യകാന്തി പൂവേ, എന്തു പറ്റി? എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നത്? സൂര്യകാന്തി പൂവ് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, ഓ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. എൻ്റെ വേരുകൾ ഉണങ്ങിപ്പോയി കുഞ്ഞു ചിപ്പി, എനിക്ക് വെള്ളം കിട്ടുന്നില്ല. ചിപ്പി വിഷമത്തോടെ പറഞ്ഞു, അയ്യോ പാവം. വിഷമിക്കണ്ട കേട്ടോ, ഞാൻ നിന്നെ സഹായിക്കാം. ചിപ്പി ഒട്ടും വൈകിച്ചില്ല. അവൾ വേഗത്തിൽ അടുത്തുള്ള അരുവിയിലേക്ക് പറന്നുപോയി. അവളുടെ കുഞ്ഞു മുഖത്ത് കുറച്ച് വെള്ളമെടുത്തു. എന്നിട്ട് പറന്നുപോയി സൂര്യകാന്തിയുടെ വേരിൽ തുള്ളി തുള്ളിയായി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എന്തു ചെയ്തു? അതെ, അവൾ വീണ്ടും അതീവ വേഗതയോടെ അരുവിയിലേക്ക് പാഞ്ഞുപോയി. അവൾക്ക് വിഷമമുണ്ടാക്കിയ അവളുടെ വേഗത ഇപ്പോൾ ഒരുപാട് ഉപകാരമായിരിക്കുന്നു. പല തവണ ചിപ്പി അങ്ങനെ വേഗത്തിൽ വെള്ളം കൊണ്ടുവന്ന് സൂര്യകാന്തി പൂവിനെ ഇറ്റിറ്റായി ഒഴിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ കൂട്ടുകാരെ? എന്ത് സംഭവിച്ചു കാണും? സൂര്യകാന്തി പൂവ് മെല്ലെ മെല്ലെ തലയുയർത്തി വന്നു. തലയുയർത്തിയ സൂര്യകാന്തി പൂവ് നന്ദിയോടെ ചിപ്പിയെ നോക്കി പറഞ്ഞു, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കുഞ്ഞു ചിപ്പി. നീയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. നിന്റെ വേഗമുള്ള ചിറകുകൾ കൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് വെള്ളം കിട്ടിയതും ജീവൻ തിരിച്ചു കിട്ടിയതും. മറ്റാർക്കും ഞാൻ ഇത്ര വേഗത കണ്ടിട്ടില്ല. നിനക്കെന്തൊരു ഭാഗ്യമാണ്. നിന്റെ ആ വേഗത കൊണ്ടല്ലേ ഞാനും രക്ഷപ്പെട്ടത്. കേട്ടോ കൂട്ടുകാരെ, ഇപ്പം എന്തായി കഥ? കൂട്ടുകാരെ, ചിപ്പി വിഷമിച്ചിരുന്ന അവളുടെ വേഗതയാണ് ഇപ്പോൾ സൂര്യകാന്തി പൂവിന് ജീവൻ നൽകിയത്. ചിപ്പി ആലോചിച്ചു, ശരിയാണല്ലോ, എൻ്റെ ഈ വേഗത നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ. ആ നിമിഷം മുതൽ ചിപ്പി സന്തോഷിച്ചു. തൻ്റെ ചിറകിൻ്റെ വേഗതയെക്കുറിച്ചോർത്തോ മങ്ങിയ നിറത്തെക്കുറിച്ചോർത്തോ അവൾ പിന്നെ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. പകരം അവൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കണമെന്ന് അവൾ പഠിച്ചു. ഈ കൂട്ടുകാർക്ക് എന്തിപ്പോൾ മനസ്സിലായി? എന്താണ് ഈ കഥയുടെ സാരം? നമുക്ക് കിട്ടിയ കഴിവുകൾ ഏറ്റവും നല്ലതാണ്. നമുക്കുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചോർത്ത് എന്നും നന്ദിയുള്ളവരായിരിക്കുക. ആ കഴിവുകൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കണം. നിങ്ങളും ചിപ്പിയെപ്പോലെ എന്നും സന്തോഷമുള്ള കുട്ടിയായിരിക്കില്ലേ? കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ
വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അടുത്ത കഥ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. ഇനി അടുത്ത കഥയുമായി ചേച്ചി ഉടനെ തന്നെ വരുന്നതാണ്.